ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ആമ്പലിൻ്റെ കിഴങ്ങിൽ നിന്ന് എങ്ങനെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയാണ്. ഇതാണ് ഒരു ആമ്പലിൻ്റെ കിഴങ്ങ്. ഇത് നമുക്ക് ഡെയിലി ഫ്ലവർ തരുന്ന ആമ്പലുകളിൽ സാധാരണയായി ഇങ്ങനെയുള്ള കിഴങ്ങാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ട്യൂബർ എന്നാണ് പറയുന്നത്. ഈ ട്യൂബറിനെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. നല്ലപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ഫംഗിസൈഡ് ഉപയോഗിക്കുക. ഇവിടെ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ വെള്ളത്തിൽ കലക്കി ഈ ട്യൂബറിനെ ഇതിനകത്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക. ഇങ്ങനെ ട്യൂബറിനെ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ട്യൂബർ അഴുകാതിരിക്കുകയും ചെയ്യും. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. നന്നായിട്ട് കഴുകിയെടുക്കുക. നന്നായി കഴുകിയെടുത്ത ശേഷം ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കുക. ഇതിപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിനകത്ത് ഈ ട്യൂബറിനെ ഇട്ട് കൊടുക്കുക. ട്യൂബറിനത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഒരു വെയിൽ കുറവുള്ള സ്ഥലത്തേക്ക് വയ്ക്കുക. വെയിൽ കുറവുള്ള സ്ഥലത്തേക്ക് ഒരാഴ്ച വയ്ക്കണം. അതുപോലെ തന്നെ ഈ ട്യൂബർ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഒരു 3 ദിവസം കൂടുമ്പോഴത്തേക്കും ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുകയും വേണം. അതിനുശേഷം ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ വച്ചിരിക്കുന്ന ട്യൂബർ ഇതുപോലെ ഇലകളും വേരുകളും ഒക്കെ ആയി വരും. നമുക്ക് നടാൻ ഒരു പാകത്തിനായി വരും. അപ്പോഴത്തേക്കും നമുക്ക് സാധാരണ നമ്മൾ ആമ്പൽ നടും പോലെ തന്നെ നട്ട് കൊടുത്താൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്ലവർ കാണാനായിട്ട് സാധിക്കും.